മോനെ ഉണ്ണി മോനെ മോനെ എണീക്ക് 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 എണീക്ക്. എടാ നിനക്ക് നീ പ്ലസ് 2 അല്ല പഠിക്കുന്നത്. എനിക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. എണീക്കേ. ഞാൻ കുറെ നേരമായിരുന്നു എനിക്ക് സൗകര്യമുള്ള എണീക്കോ. ആ നീ എന്തിനും ചെയ്യ എപ്പോഴെങ്കിലും എണീക്കും. എനിക്കെന്താ ഇവൻ ഇതുവരെ എഴുന്നേറ്റ്. നീ ഇവനെ വിളിച്ചൊന്നുമില്ലേ? ഇവന് സ്കൂളിലൊന്നും പോകണം. ആ ചെറുക്കനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാണെന്നറിയാമോ? നിങ്ങളൊന്ന് വിളിച്ചേ. മോനെ എഴുന്നേറ്റേ എഴുന്നേറ്റേ എഴുന്നേക്കോ. കണ്ണുകൂടത്തിന് പോകത്തില്ല, കിടക്ക്. മറക്കല്ലേ കേട്ടോ. മോനെ ചോറ് കൊണ്ടുപോവാൻ. കണ്ട അവൻ ചോറ് കൊണ്ടുപോയില്ല. ചേട്ടാ ഈയിടെയായിട്ട് അവന് ഒത്തിരി അരിശം കൂടുതലാ കേട്ടോ. എന്ത് പറഞ്ഞാലും ദേഷ്യം അവന്. എടി എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ്റെ ടീച്ചറിനെ വഴി വെച്ച് കണ്ടു. അപ്പോൾ ടീച്ചർ പറഞ്ഞത് പഠിത്തത്തിലും അവൻ പുറകോട്ടാണ്. പിന്നെ അവൻ്റെ ബാഗും റൂമൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു. എന്താ കേസിട്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നീ ഒന്ന് ശ്രദ്ധിച്ചോ അവനെ. ഞാൻ നോക്കാം. ഈയിടെയായിട്ട് നമ്മുടെ പുഷ്പന്റെ കട ഭയങ്കര തിരക്കാണല്ലോ. പുഷ്പം ഭയങ്കര സെറ്റപ്പായി ചേട്ടാ. ഇപ്പൊ 2 ഏക്കർ നിലവും കാറും ഒക്കെ മേടിച്ചെന്നാ കേൾക്കുന്നേ. ആണോ? ഏതോ മധുരമുള്ള മിഠായി ഒക്കെ ഉണ്ടെന്നാ പിള്ളേര് പറയുന്നത്. ഒരു ശ്രദ്ധ നമുക്ക് വേണം എന്തായാലും. എടി നമ്മുടെ മെമ്പർ അല്ലേ വരുന്നേ? ആ കുഞ്ഞുമോളെ, രണ്ടുപേരും എങ്ങോട്ടാ? ആ മെമ്പറെ, മോക്ക് കുറച്ച് സാധനം മേടിക്കാൻ ടൗൺ വരെ പോവുമായിരുന്നു. സന്തോഷം ഞാൻ കഴിഞ്ഞ കമ്മിറ്റിക്ക് വരാഞ്ഞേ. എന്തു പറ്റി? തിരക്കായി പോയി മെമ്പറെ. കുഴപ്പമില്ല, അടുത്ത കമ്മിറ്റിക്ക് എത്തിക്കോളാം. അത് നമ്മുടെ സുലോചന ചേച്ചിയുടെ മകനല്ലേ? പിന്നെ ക്ലാസ് ഇല്ലേ? രാവിലെ ഞാൻ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സുലോചന ചേച്ചിയുടെ മകനാ ഉണ്ണി. അവനെന്തോ മാറ്റമുണ്ട്, വലിയ മിണ്ടാട്ടമൊന്നുമില്ല. കുഞ്ഞുമോൾ ഒരു കാര്യം ചെയ്യണം. എന്താ? സുലോചന ചേച്ചിയോട് പറയണം അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ. പറയാം മെമ്പറെ, ഞാൻ പറയാം. എന്നാ ആയിക്കോട്ടെ. ശരി മെമ്പറെ. ശരി. സുലോചന ചേച്ചി എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്? എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ മോന് അവൻ രാവിലെ സ്കൂളിൽ പോയതാ. ഉച്ചവരെ ക്ലാസ് ഉള്ളെന്ന് പറഞ്ഞതാണേ. ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. അവനെ ഞാൻ ആ പാമ്പുഷ്പന്റെ കട വെച്ച് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഉച്ചയ്ക്ക് കൂടി കണ്ടിട്ടാ വന്നത്. പുഷ്പന്റെ കടയിലോ? അതെ, ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ല കാര്യം അവൻ്റെ കാര്യം. അതെന്താടാ? ആ കടയെക്കുറിച്ച് ആർക്കും അത്ര നല്ല അഭിപ്രായമുള്ളൊരു കടയല്ല. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ദൈവമേ, എനിക്ക് വയ്യ. എവിടെ പോയി കിടക്കും? മോനെ, എന്താ മോനെ താമസിച്ചത്? നിന്റെ ബാഗ് ഇവിടെ തന്നെ, ഇവിടെ തന്നെ താടാ. ചേട്ടാ
നമ്മുടെ മോൻ മോനെ മോനെ അയ്യോ കടന്നു മോനെ അയ്യോ മോനെ അയ്യോ ചേട്ടാ ഇവരെന്താ പറ്റിയത് മോനെ എന്താ മോനെ എന്നെ പറ്റി അയ്യോ എന്നാ സുലോചനയുടെ വീട്ടില് ഹലോ മെമ്പറെ സുലോചനയുടെ വീട് വരെ ഒന്ന് അവിടെ ഭയങ്കര പ്രശ്നമാ മോനെ ഇത് നമ്മുടെ നാട്ടില് സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോ ലഹരിക്കടിമകളായി എല്ലാ കുഞ്ഞുങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് തുടച്ചു നീക്കിയേ പറ്റൂ. എന്റെ പൊന്നു മെമ്പറെ, നമ്മള് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് മക്കൾ തന്നെ ഇല്ലാതാകും. നമുക്കൊന്നിച്ചു നിൽക്കാമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നു തന്നെ ഈ ലഹരി എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കാം. നമുക്കൊന്നിച്ചു നിൽക്കാം. ഇറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടോ. എടോ താനേ നാട്ടിലെ കുട്ടികൾക്ക് എല്ലാവർക്കും മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കുക അല്ലടാ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നിന്നെ കുറച്ചു നാളായിട്ട് നോട്ടം ഇട്ടിരിക്കുകയായിരുന്നടാ. ഇങ്ങോട്ട് പോടോ. നിർത്ത ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നീ ഇവിടെ നിക്ക്. നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. എന്താണ് പ്രശ്നം? നീയാണോ സാറേ ഇവനാ കഞ്ചാവ് കൊടുക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ല സാറേ. ഈ പെണ്ണുങ്ങൾ കുറച്ച് നാളായി ചുമ്മാ ഇവരെല്ലാം കൂടെ വന്നിട്ട് കട തല്ലി പൊളിക്കുക. ഇവര് നിന്നെ ചുമ്മാ പിടിച്ചു ഇവിടെ ഈ ഉത്സവത്തിന്റെ മറവിൽ നീ സാധനം വിൽക്കുന്നതാണ് ഞാൻ കരുവിട്ടിട്ടുണ്ടോ? ഞാൻ അറിയാത്ത കാര്യങ്ങളാ. ഞാൻ ഇതുവരെ ഒന്നും പിന്നിട്ടില്ല. എല്ലാം എനിക്ക് അറിയത്തില്ല. അച്ചു മോനെ എന്താണോ ഇത്? സാറേ എന്താ ഇത്? ഇത് കണ്ടോടാ നീ? എന്താണ് ഇത്? അച്ചു ഇത് പിടിയടാ നീ. നീ മയക്കുമരുന്ന് വിറ്റപ്പോൾ നിന്റെ മകൻ നശിച്ച നീ അറിഞ്ഞില്ല. നിന്റെ കുഞ്ഞ് നിനക്ക് വലുതല്ലടാ. നീ ഇത്രയും കാലം കൊണ്ട് എത്ര കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് കളഞ്ഞത്. ഞാൻ കാല് പിടിച്ച് പറയാ സാറേ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ല സാറേ. എന്നെ വേണേ കൊണ്ടുപോകും സാറേ. എന്റെ കുഞ്ഞിനെ വെറുതെ വിട് സാറേ. എന്റെ കുഞ്ഞിനെ വെറുതെ വിട് സാറേ. നാട്ടിൽ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കുന്ന ഇവനെ പോലുള്ളവരെ പുറലോകം കാണിക്കരുത് സാർ. ശരിയാ പറ. സമൂഹത്തിന് കാർന്നു തരുന്ന മാരകമായൊരു വിപത്താണ് മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ നിയമപാലകർ മാത്രം നിരൂപിച്ചാൽ പോരാ. നിങ്ങൾ ഓരോരുത്തരും നിയമപാലകരായി മാറണം. ഇന്നിവൻ ഈ അമ്പലത്തിലെ ഉത്സവത്തിന്റെ മറവിൽ ഇവിടെ കഞ്ചാവ് വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. സമൂഹത്തിൽ നിന്നും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലരും ഓടി ഒളിക്കുകയാണ്. എന്നാൽ അവർക്കെല്ലാം മാതൃകാപരമായ പ്രവർത്തനമാണ് ഇന്ന് ഈ അമ്മമാർ നടത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രശംസ അർഹിക്കുന്നവരാണ്. നിയമപാലകർക്ക് സഹായം ചെയ്ത ഈ സാമൂഹിക വിപത്തിനെ തുടച്ചു നീക്കാൻ ഇവിടെ ഒത്തൊരുമയോട് കൂടി ഇറങ്ങിയ ഈ അമ്മമാർക്ക് കേരള പോലീസിന്റെ ഒരു ബിഗ് സല്യൂട്ട്.